ഐഷ പോറ്റിയെ സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി അനുസ്മരണം രാഷ്ട്രീയ പരിപാടി അല്ല എന്നും കൊടിക്കുന്നിൽ പറയുന്നു. കൊടിക്കുന്നിൽ അത് പറയുമ്പോൾ കൊടിക്കുന്നിലിൻ്റെതായ താല്പര്യങ്ങൾ അവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൂടി നമുക്ക് അറിയാവുന്നതുമാണ്. നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുന്നത് മാവേലിക്കരയുടെ MP കൊടിക്കുന്നിൽ സുരേഷാണ്. അതിലിപ്പോൾ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നത് മുൻ MLA CPM-ന്റെ പ്രമുഖ നേതാവായിരുന്ന ഐഷ പോറ്റി പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് തന്നെ അവർ CPM ഇടഞ്ഞു നിൽക്കുകയാണ്, അവർ കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള ചർച്ചകളാണ്. അങ്ങനെ എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ച ഇതുവരെയും അവരുമായിട്ട് നടന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിലേക്ക് അവർ വരുന്നതിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതൃത്വമോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നാളെ അവർ പങ്കെടുക്കുന്നത് നാളെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികമാണ്. കോൺഗ്രസ് പാർട്ടി തന്നെ നാളത്തെ ചരമവാർഷികം അതൊരു കോൺഗ്രസിൻ്റെ പരിപാടിയായിട്ട് മാത്രമല്ല, നമ്മുടെ സമൂഹം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സംസാരിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മതിപ്പുള്ള നേതാക്കളെയൊക്കെ തന്നെ ഞങ്ങൾ നാളത്തെ പരിപാടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരക്കര നടക്കുന്ന പാർട്ടി ഓഫീസ് വെച്ചില്ല, ആശ്രയ അനാഥരും ആയ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന ആശ്രയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. കലയപുരം ജോസ് നടത്തുന്ന ആശ്രയിച്ച് അത് ഒരു രാഷ്ട്രീയമെന്ന് പറയുമ്പോഴും ഐഷ പോറ്റി കോൺഗ്രസിന്റെ വാതിൽ തുറന്നിറക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറാണ്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. എന്തിനാണ് ഞങ്ങളവരെ മാറ്റി നിർത്തുന്നത്? ആർക്കും കോൺഗ്രസിലേക്ക് വരാം. ഞങ്ങൾ അവരെ തീർച്ചയായും അവരെ പോലെയുള്ള ഒരു ജനകീയ MLA ആയിരുന്ന അവർ തീർച്ചയായും കോൺഗ്രസിലേക്ക് വന്ന് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. അത് ഞാൻ പറഞ്ഞത് അവരുമായിട്ട് അങ്ങനെ ഒരു ചർച്ച കോൺഗ്രസിലേക്ക് എന്നുള്ളൊരു ചർച്ച. ഞാൻ ഐഷ പോറ്റിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു കോൺഗ്രസിലേക്ക് പോകുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചർച്ചകളില്ല എന്ന് പറഞ്ഞു. ഭാവിയിൽ ഉണ്ടാകില്ല എന്നവർ പറയുന്നില്ല. ഭാവിയിൽ അങ്ങനെ നീക്കം ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാമല്ലോ. നമ്മൾ ഇപ്പം ഒന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. മുൻകൂട്ടി നിശ്ചയിക്കുന്നത് തന്നെ നടക്കണമെന്നില്ല. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം, എന്തും മാറ്റങ്ങൾ വരാം, ഏത് തരത്തിലുള്ള മാറ്റങ്ങളും വരാം. പക്ഷേ നാളെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ അവരെ വിളിച്ചിരിക്കുന്നത് മുൻ MLA എന്ന നിലയിൽ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊട്ടാരക്കര പ്രതിനിധിച്ച് പ്രതിപക്ഷ MLA ആയി. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, നാളത്തെ ഒരു പരിപാടി കോൺഗ്രസിലേക്കുള്ള ഐഷ പോറ്റിയുടെ ചവിട്ടുപടിയാണോ, ആദ്യ ചവിട്ടുപടിയാണോ? നാളത്തെ പരിപാടികളിൽ മറ്റ് വ്യത്യസ്ത പാർട്ടികളിലുള്ളവരും സമുദായ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, സാംസ്കാരിക നായകർ അവരൊക്കെ നാളെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകളിൽ കേരളത്തിലുടനീളം പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കര നാളെ നടക്കുന്ന ചടങ്ങിൽ ഒരു മുൻ MLA എന്ന നിലയിൽ ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അനുസ്മരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് കാര്യങ്ങൾ അറിയാവുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ, മുൻ ജനപ്രതിനിധി എന്ന നിലയിലാണ് ഞങ്ങൾ. അതായത് കൊട്ടാരക്കര അങ്ങയുടെ തട്ടകമാണ്. ഇവിടേക്ക് ഐഷ പോറ്റിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് വന്നു കഴിഞ്ഞാൽ ന്യൂസിലടക്കം അവരെ സ്വാഗതം ചെയ്യുകയാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ അവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരാൻ തയ്യാറാണ്. ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അതായത് കോൺഗ്രസിന്റെ നയം വ്യക്തമാണ്, കോൺഗ്രസിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ഇനി തീരുമാനമെടുക്കേണ്ടത് ഐഷ പോറ്റിയാണ്. അതൊരു രാഷ്ട്രീയ ചർച്ചയായി കൊട്ടാരക്കരയിൽ മാറുകയാണ്.